നമസ്കാരം. റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 5, 1992 ഫെബ്രുവരി 5-നാണ് ബ്രസീലിലെ സാവോ പോളോയിലെ മോഗിഡാസ് ക്രൂസസിലെ നെയ്മർ ജൂനിയർ ജന്മമെടുക്കുന്നത്. ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെയും മികച്ച പ്രതിഭകളിൽ ഒരാളാണ് നെയ്മർ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. പക്ഷേ ആ പ്രതിഭക്കൊത്ത വിധമുള്ള നേട്ടങ്ങളിലേക്ക് അദ്ദേഹത്തിന് കടക്കാൻ കഴിഞ്ഞുവോ എന്നുള്ളൊരു സംശയം ആരാധകർക്കുണ്ട്. പരിക്കാണ് അതിന് വില്ലനായിട്ട് മാറിയത്. ഇത്രയധികം പരിക്ക് വേട്ടയാടിയ മറ്റൊരാൾ ഉണ്ടാവുമോ എന്ന് പോലും ആരാധകർ തലയിൽ കൈവച്ച് ചോദിക്കുകയാണ്. ഇപ്പോഴും പരിക്കേറ്റ് പുറത്താ. നീണ്ടകാലം പരിക്കേറ്റ് പുറത്തിരുന്നിട്ട് തിരികെ വന്ന് 3-4 കളി കളിച്ചപ്പോൾ വീണ്ടും പരിക്കേറ്റ് ഏതാണ്ട് സീസൺ മുഴുവനും നഷ്ടമാവുന്നൊരവസ്ഥയിലേക്ക് നെയ്മർ പോയി. ആരാധകർക്ക് ഹൃദയഭേദകമാണ് ആ വാർത്തയും കാര്യങ്ങളുമൊക്കെ. പക്ഷേ അപ്പോഴും അവരുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം നെയ്മർ ജൂനിയർക്കുണ്ടെങ്കിൽ കളിക്കളത്തിലിറങ്ങിയപ്പോഴൊക്കെ അദ്ദേഹം നടത്തിയ മാന്ത്രിക നീക്കങ്ങൾ, ആ നൃത്ത ചുവടുകൾ, ആ മനോഹരമായ സ്കില്ല് നിറഞ്ഞ കളി, അതൊക്കെ ആരാധകർ അത്രയധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് അവർ സ്നേഹത്തോടുകൂടി സുൽത്താൻ എന്ന് പോലും അദ്ദേഹത്തെ വിളിക്കുന്നത്. ഏതായാലും നെയ്മർ ജൂനിയർ എന്ന് പറയുന്ന പ്രതിഭ ഫുട്ബോൾ ലോകത്തെ പിടിച്ചു കുലുക്കി തുടങ്ങുന്നത് ബ്രസീലിയൻ ക്ലബ്ബായ സാന്റോസിലൂടെയാണ്. അവിടെ വെച്ച് പുസ്കാസ് അവാർഡ് വരെ നേടുകയുണ്ടായി. ആ ടീമിനെ കോപ്പ ലിബർട്ടഡോറസിൽ മുത്തപിടിച്ചു. ശ്രദ്ധിക്കുക, പെലെ ഉണ്ടായിരുന്ന കാലത്ത് കോപ്പ ലിബർട്ടഡോറസ് നേടിയതിനു ശേഷം ആദ്യമായിട്ടാണ് നെയ്മർ ജൂനിയറുടെ കാലത്ത് അവർ ആ കിരീടത്തിലേക്ക് പോയത് എന്നൊരു ചരിത്രം കൂടിയുണ്ട്. ആ മികവിൽ തന്നെയാണ് അദ്ദേഹം യൂറോപ്പിലേക്കുള്ള തൻ്റെ എൻട്രി എളുപ്പമാക്കിയത്. FC ബാഴ്സലോണയിലേക്ക് എത്തി. അവിടെയും അദ്ദേഹം മികച്ച പ്രകടനം മെസ്സിക്കും സുവാരസിനും ഒപ്പം നല്ലൊരു കൂട്ടുകെട്ടുണ്ടാക്കി ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്നത് തുടർന്നു. പക്ഷെ പിന്നീട് PSG പോകുന്നു. അതൊരു ശരിയായ തീരുമാനമായിരുന്നുവോ അല്ലയോ എന്ന് പലരും ഇപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. എന്തായാലും പരിക്ക് വലിയ രൂപത്തിൽ വേട്ടയാടി നെയ്മർ പിന്നീടുള്ള കാലം. ഒടുവിലിപ്പോൾ അദ്ദേഹം അൽ ഹിലാലിലാണുള്ളത്. എന്തായാലും പരിക്കിൽപ്പെട്ട് തൻ്റെ യഥാർത്ഥ പ്രതിഭക്ക് ഒത്തവണ്ണമുള്ള പ്രകടനം അദ്ദേഹത്തിന് പലപ്പോഴും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം വലിയ നേട്ടങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. കിരീടങ്ങളുടെ കണക്കിലല്ല, കിരീടം അദ്ദേഹം ഒന്ന് നേടിയിട്ടുണ്ട്. അത് കോൺഫെഡറേഷൻ കപ്പിലാണ് 2013. പക്ഷെ പിന്നീട് 2014 വേൾഡ് കപ്പിൽ സുനികയുടെ മുട്ടുകാൽ പ്രയോഗത്തിൽ അദ്ദേഹത്തിന് നഷ്ടമായതൊരു പക്ഷെ നേടാമായിരുന്നൊരു വേൾഡ് കപ്പാണ്. 2018 വേൾഡ് കപ്പിലും 2022 വേൾഡ് കപ്പിലും അദ്ദേഹത്തിന് പരിക്കുകൾ വേട്ടയാടിയിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷെ ബ്രസീൽ ഒരിക്കലും നേടാതിരുന്നൊരു സംഗതി ഉണ്ടായിരുന്നു ഫുട്ബോൾ ചരിത്രത്തിൽ. അത് ഒളിമ്പിക് ഗോൾഡായിരുന്നു. 2016 നെയ്മർ ജൂനിയർ ആ നേട്ടം അവർക്ക് നേടിക്കൊടുത്തു. മാത്രമല്ല, ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമെന്ന പെലെയുടെ റെക്കോർഡ് അദ്ദേഹം തൻ്റെ പേരിലേക്ക് തിരുത്തി കുറിച്ചു. അതെ, ബ്രസീലിയൻ ഫുട്ബോളിൽ ഒരുപാട് പ്രതിഭകൾ ഉണ്ടായിട്ടുണ്ട്. അത് പെലെയുടെ മുമ്പും ആരംഭിച്ചതാണ്. അതിനിപ്പോൾ നെയ്മറിൽ അവസാനിക്കുകയുമില്ല, അതിനുശേഷവും മുന്നോട്ട് പോകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ സാക്ഷാൽ പെലെയെ മറികടന്നുകൊണ്ട് അവരുടെ ലെജൻഡുമാരുടെ ഇടയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള നെയ്മർ ജൂനിയർക്ക് ഒരു കാര്യം ഇപ്പോഴും എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടുള്ളത് വേൾഡ് കപ്പാണ്. അടുത്ത തവണയെങ്കിലും അതിന് കഴിയുമോ എന്ന് ആരാധകർ നോക്കിയാണ്. അതുകൂടി നേടിയാൽ ബാക്കി എല്ലാ പരിക്കും ബാക്കി എല്ലാ പ്രശ്നങ്ങളും ആരാധകർ മറക്കും. അദ്ദേഹത്തിൻ്റെ പ്രതിഭക്ക് നീതി ലഭിച്ചു എന്നവർ വിശ്വസിക്കുകയും ചെയ്യും. അതിന് സാധിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ 32ാം ജന്മദിനമാണ്. എല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയാണ്. പരിക്കിൽ നിന്ന് മുക്തനായി വന്ന് കോപ്പ അമേരിക്ക കളിക്കാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.